എന്റെ മകൻ ആയതുകൊണ്ട് പറയല്ല. സ്പീഡിക്ക് അവനെ ഞാൻ നേരുവാണ്. രണ്ട് തന്തയ്ക്ക് ജനിച്ചവനായോണ്ടാണ് 2 ദിവസം ബർത്ത്ഡേ എന്നൊക്കെ ചോദിക്കുന്നത്. കല്യാണി ഏത് പട്ടാ കല്യാണി? ചിരിയാള് കണ്ടപ്പം അയ്യോ മഞ്ഞു വീണ മാതിരി. വേണം അവനിപ്പോ വരുമെന്ന് നീക സമയല്ല നീക. വീടില്ലടാ വീടില്ല വീട്. എടാ പാട്ടിട കൂടെ പാട്. സൂര്യ വെയിറ്റ് കോപ്പിറൈറ്റ് ഫ്രീ. മനസ്സാണെ മരച്ചോട്ടിൽ ഒന്ന് കളിച്ചു നമ്മൾ. ഇന്നാദ്യമായി തമ്മിൽ കണ്ടതല്ല. പാട്ട് ആവശ്യത്തിന് ഉപകാരപ്പെടാത്ത നായിന്റെ മോനെ പാട്ടിട. ചെവിയാക്കാത്തവരെ നീ വലിയ ഡെക്കറേഷൻസ് വേണ്ടെന്ന് ഇവന്റെ അടുത്ത് എപ്പോഴും പറയണാണ് ഞാൻ. നീ എടാ സൂര്യകിരീടം പാട്ടല്ല നിന്റെ അച്ഛന്റെ ചരമസംഗീതം വന്ന്. സൂര്യ അതല്ലേ സൂര്യ 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 ഹാപ്പി ബർത്ത്ഡേ മോനെ കുട്ട. എന്നാ അവിടെ നീ എന്താ വിചാരിച്ചത്? സൂര്യ ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞില്ല കേക്കൊക്കെ ഉണ്ട് അകത്ത്. വേറെ കേക്കൊക്കെ ഉണ്ട്. ആക്കിത്തരാം വെയിറ്റ്. സിമ്പിൾ അല്ലേ ഇതൊക്കെ ഹഗ്ഗൊക്കെ? ഹാപ്പി ബർത്ത്ഡേ സൂര്യ. അയ്യോ സോറി ആള് മാറി സോറി സൂര്യ. ഹാപ്പി ബർത്ത്ഡേ സൂര്യ. ഹാപ്പി ബർത്ത്ഡേ. കൊച്ചിന് കത്ത് കീഴ വീടാ. എന്റെ മൈക്ക് രണ്ടുപേരും മുറിച്ച്. ഞാൻ ഇന്ന് നമ്മുടെ മകൻ സൂര്യ ബോസിന്റെ പരിപാടിയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. എന്റെ മകൻ സൂര്യക്ക് ഇപ്പൊ 5 എത്ര വയസ്സ് അലീന? 8.5 വയസ്സായിട്ടുണ്ട് എന്റെ മകൻ സൂര്യക്ക്. നമ്മുടെ മകൻ സൂര്യക്ക്. അപ്പൊ എല്ലാവർക്കും നന്ദി. അതുപോലെ ഈ ഒരു പരിപാടി നല്ല രീതിയിൽ സംഘടിപ്പിച്ച ബ്ലാക്ക് മാഫിയ ടീമിനൊരു നേരുന്നു. അതുപോലെ പ്രായത്തിനെക്കാട്ടിലും ബുദ്ധി വളർച്ചയുള്ള എന്റെ മകന്റെ ബുദ്ധിയെ ഇവിടെ ഒരുപാട് പേര് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഉത്തരം
നമ്മൾ ഉടനെ കൊടുക്കുന്നതായിരിക്കും അല്ലേ സൂര്യ? ചെക്കന് ബുദ്ധി വളർന്നിട്ടില്ലട്ടാ. ചെക്കനെ ബുദ്ധി വളർന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സൂര്യയെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര എല്ലാവരുടെ ഭയങ്കര എളിമയും താഴ്മയും ബഹുമാനവുമുള്ള ഒരു നല്ല കുഞ്ഞാണ് എന്റെ മകൻ. എന്റെ മകൻ ആയതുകൊണ്ട് പറയല്ല, എന്റെ മകനായതുകൊണ്ട് പറയല്ല. സൽബോപരി നല്ലവനും ഭിത്തിയിലെ ഏറ്റവും നല്ലവനെന്ന് പറയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നല്ലവനും പറയപ്പെടുന്ന ഭാവിയിൽ ഒരു വലിയ പോലീസ് ഓഫീസറാക്കാൻ വേണ്ടി ഞാൻ നേർച്ച കൊടുത്ത് വളർത്തുന്നതാണ്. ഇവനെ വളർത്തി ഒരു ഇവിടത്തെ പീഡിക്ക് തന്നെ ഒരു വലിയ ഒരു ഓഫീസറായിട്ട് ആക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നല്ലവനായിട്ട് അവനെ ഇങ്ങനെ വളർത്തുന്നത്. അല്ലേ ലീന? എനിക്ക് ഡോക്ടർ ആക്കണം. പിന്നെ ഡോക്ടർ അല്ലേ? പിന്നെ പീഡി പീഡിയൊക്കെ പോയിട്ട് ജയിലിൽ കിടക്കാനോ? അല്ല അങ്ങനെയാണ്. സൂപ്പർടാ. അങ്ങനെ ഇവനെ അതിനു വേണ്ടിയാണ് ഇപ്പൊ കേക്കോ. ഓക്കെ, അപ്പോ എക്സ്ലാൻഡിസിന് ഞാൻ ഇവനെ നേരുവാണ്. അവനെ ശരിക്കും പറയുകയാണെങ്കിൽ എക്സ്ലാൻഡിസ് പീഡിക്ക് ഇവനെ ഞാൻ നേരുവാണ്. ഇനിയുള്ള ബർത്ത്ഡേ എല്ലാ ബർത്ത്ഡേക്കും ഇതുപോലെ നല്ല പയ്യനായിട്ട് ഇവൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് അലീനയ്ക്ക് ഞാൻ എന്റെ മൈക്ക് അലീനയ്ക്ക് ഇത് കൈമാറുകയാണ്. അലീന, 2 വാക്ക് സൂര്യ പറ്റി. സൂപ്പർ. ഹലോ, കേക്കുതാ? ചന്ദ്രൻ പറഞ്ഞതുപോലെ ഞാൻ എന്റെ കൊച്ചിനെ ഡോക്ടർ ആക്കാനാണ് എന്റെ പ്ലാൻ. ബിക്കോസ് എനിക്കറിയാം അവൻ എങ്ങനെ ഇനി വളരണമെന്ന് ഞാൻ തീരുമാനിച്ചു. ആൾക്കാരെ കൊല്ലണം. അമ്മ പുള്ള, ഇറ്റ്സ് നോട്ട് അപ്പ പുള്ള, ഇറ്റ്സ് അമ്മ പുള്ള. ഓക്കെ സൂര്യ, അപ്പൊ ഡോക്ടർ അല്ലേ നിനക്ക്? വേണ്ട. നോ ഡോക്ടർ. അല്ല എടാ ഒരു സെക്കൻഡ്, നീക ഒന്ന് വന്നേ. നീക ഒരു കാര്യം പറയാനാ. അലീന സംസാരിച്ച ഒരു മിനിറ്റ്. എടാ ഈ അവയവ കടത്തല്ലേ നല്ല പരിപാടിയാണ്. നല്ല ബിസിനസ് അല്ലേ? ഡോക്ടർ നാളെ തൊട്ട് സൂര്യ നിനക്ക് സെതസ്കോപ്പ് തന്നെ ഞാൻ ഗിഫ്റ്റ് ചെയ്യാം. Happy birthday to you. Happy birthday to you. Happy birthday Surya. Happy birthday Surya. May the good boy bless you. May the good boy bless you. May the good gay bless you. Happy birthday Surya. എന്ത് വേണോടാ സൂര്യനക്ക്? സൂര്യ, ഇത്ര നല്ല ഈ സമയത്ത് നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. സൂര്യ, ഈ സമയത്ത് ഒരു സർപ്രൈസ് ഉണ്ട്. എടാ ലവി, മറ്റേ വീഡിയോ പ്ലേ ചെയ്യ്. വീഡിയോ ഉള്ള ഏതൊരു വീഡിയോ ഉണ്ട്? അവൻ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോയിൽ ഇട്ടായിരുന്നാ? അല്ല അത് വേണ്ട. കാറുണ്ടോ പെട്ടെന്ന്. ആ 0472. ചോക്ലേറ്റ്
അല്ലെ ചോക്ലേറ്റ് കൊടുത്ത് അടി ഞാൻ ചെറിയ ചോക്ലേറ്റ് ആ സൂര്യ അലീന വാ ഇങ്ങ വാ ചന്ദ്രു ആദ്യമായി തമ്മിൽ തന്നതല്ല. ആ വെയിറ്റ് അലീന, അതായത് സൂര്യ ഇങ്ങോട്ടോ, നിനക്കൊല്ല ആഗ്രഹമുണ്ട്? എന്തെങ്കിലും ആഗ്രഹങ്ങൾ? ഇങ്ങോട്ടാടാ സൂര്യ, ഇങ്ങോട്ട്. ആഗ്രഹമുണ്ട്. യഥാർത്ഥ അച്ഛൻ ആരെന്ന് കണ്ടുപിടിക്കണം. ഏ അല്ലല്ല ഒന്നുമില്ല. സൂര്യ, നിനക്ക് ഇതിന്റെ യഥാർത്ഥ തന്ത കണ്ടുപിടിക്കണോ? നമ്മള് പോരെ എനക്ക്? ആ ഞാൻ തന്നെ. ഈ അലീന ഓരോന്ന് നിന്റെ അലീന ഓരോന്ന് പറയുന്നതാണ്. നാളെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ നീ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം. അതിന് വേണ്ടിട്ട് അമ്മ ഇപ്പടി சொல்றேன். സൂര്യബോസിന് നമ്മള് ചെറിയ സൂര്യബോസിനെ കാണാൻ സൂര്യബോസിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. വാ അല്ല വെയിറ്റ്, ഒരു ഗിഫ്റ്റ് ഉണ്ട് ആദ്യം. അവനൊരു ആശയുണ്ടെന്ന്. എന്നാ நேத்துக்கு என்ன பிராங்க் பண்ணாங்கப்பா. அப்படியே எல்லாருமே பிளாக் மாஃபியா பசங்க எல்லாருமே ஒரு வாட்டி சுட்டுருப்பா ப்ளீஸ் பா. ഇല്ല സൂര്യ അവര് ഉണക്ക് വേണ്ടിട്ടാ അപ്പടി ചെയ്തേ. അപ്പൊ അവരിനി അടിച്ചു കൊല്ലണോ? ഹാപ്പി ബർത്ത്ഡേ. അന്ന് ചന്ദ്രൻ തന്ന ഗിഫ്റ്റ് വീണ്ടും തരുമെന്ന് ചന്ദ്രൻ എല്ലാവർക്കും സർപ്രൈസ് അല്ലേ? സൂര്യ 2 കാറ്. സൂര്യ അലീന ഒരു മിനിറ്റ്, എല്ലാരും വേണം, എല്ലാരും ഒന്നിങ്ങോട്ടോ ബാല, എന്നിട്ട് കേക്ക് കഴിക്കാം. ഞെട്ടലൊന്നും വേണ്ട, ഇതൊക്കെ ഇത് എന്റെ മകന് വേണ്ടിട്ട് ഞാൻ ചുറ്റി ഇറക്കിയ സിറ്റി ഒണ്ണാനുള്ളി സൂപ്പർ കാർ, ടോപ്പ് സ്പീഡ് കാർ. കൊച്ചു പയ്യനെ ഓടിക്കാൻ വണ്ടി ഓടിച്ചാ അവന് വണ്ടി ഓടിക്കാൻ അറിയൂടെ. ഇന്നലെ 2 കളിപ്പാട്ടം വാങ്ങിച്ചു. എടി അവനെ ഭാവിയിൽ ഡോക്ടറുള്ള പയ്യനാണ്. അവന് കുറച്ച് കൂടിയ കാറിൽ കിടക്കട്ടെ ഇപ്പോഴേ. അവനൊന്നും പറ്റാൻ പാടില്ല. ആ കീയൊക്കെ എന്നെ കൊണ്ട് തരാം, വെയിറ്റ്. എടോ ഷർട്ടിൽ എന്താ മോനെ എഴുതിയേക്കുന്നേ? വാ എന്റെ ബാക്കിൽ ഷർട്ടിൽ എന്താ എഴുതി വെച്ചേക്കുന്നേ? കാണാൻ ബാക്കിൽ എന്താ എഴുതി? ആദ്യമായി കണ്ടതല്ല ജോക്കി വാസു ചന്ദ്രു ചന്ദ്രയുടെ താഴെയാണെങ്കിൽ ചന്ദ്രന് നോക്കട്ടെ. സൂര്യ തിരിഞ്ഞില്ല, നോക്കട്ടെ. ജോക്കി പരന്തുവാസു തന്തയുടെ പേരില്ലല്ലോ. രണ്ടാമത്തെ തന്തയാണ് ഇത്. എന്റെ പേരുണ്ടാ അത് ഞങ്ങൾ ഡൗട്ട് ഉണ്ട്. ഇന്ന് 2 ബർത്ത്ഡേ പിള്ളേര് പറഞ്ഞേ 2 തന്തയ്ക്ക് ജനിച്ചവനായോണ്ടാണ് 2 ദിവസം ബർത്ത്ഡേ എന്നൊക്കെ ചോദിക്കുന്നത്. നമ്മളൊന്നും മിണ്ടിയില്ല തന്നെ. പിന്നെ സൂര്യ അതിന്റെ ആൻസർ പറ. ഈ ബാലമ്മ എടുത്തന്റെ അതിന്റെ ഉത്തരം പറ. അലീന നിൽക്കുമ്പോ ഇങ്ങനെ സംസാരിക്കുന്നത് எனக்கு வந்து கழிவு இருக்கு, அதனால எங்க அம்மாவும் എനിക്ക് കളി அப்பாவும் எனக்கு கொண்டாங்க. அவ்வளவுதான். എല്ലാം മനസ്സിലായി. എടാ ബാല, ഈ പറഞ്ഞ നിനക്കൊരു തന്തയുണ്ടാ? ഇല്ലല്ല, ഞാൻ അതനല്ലേ. അതുകൊണ്ടല്ലേ എനിക്ക് ബർത്ത്ഡേ പോലും അവന്റെ ആ കൊച്ചു പയ്യന്റെ മുഖത്തോക്കി നീ എന്തിന് വർത്തമാനാണ് നീ പറഞ്ഞത്? നീ ബാല ചന്ദ്ര നാളെ ഒരു തമിഴൻ വരുമ്പോ നിന്റെ അച്ഛനാന്ന് പറഞ്ഞു വന്ന ചന്ദ്ര എന്ത് അവനെ കൊല്ലും. അപ്പൊ തന്നെ കൊന്നോളെ സ്പോട്ടിൽ കൊല്ലുമല്ലേ അച്ഛനെയാ? അച്ഛനെ ഇവനെ അച്ഛനെ കൊല്ലും. ഇത്രയും നാൾ നോക്കാത്ത അച്ഛൻ ഇനി വേണ്ട. എന്റെ ചോറാണ് അവന്റെ ദേഹത്തോട് ഓടണേ, കണ്ടാവ്? അതല്ലേ ഞാൻ വാങ്ങിച്ചു കൊടുത്ത ബർഗറാണ്. പിന്നെ ചോറ് സൂപ്പർ രണ്ടല്ല ഇവന്റെ നെഞ്ച് വെച്ച് കഞ്ചാവാണ്. ഓടിക്കാൻ പറ്റത്തില്ല. എടാ നീ മാമ്മമാരുടെ അടുത്തൊക്കെ സംസാരിച്ചില്ല. അലീന ഒരു മിനിറ്റ് ഇങ്ങോട്ട് ഒരു കാര്യം പറട്ടെ. എടാ ലവിയുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറയാം. ലവിയുടെ അടുത്ത് സാർക്ക് ലവി ഇവിടെ വാ. അലീന വാ. ഈ വണ്ടി അവൻ ഓടിക്കാൻ പറ്റത്തില്ല, അപ്പൊ ഞാൻ ഓടിക്കും. നീ ഓടിച്ചു ഇഷ്ടം. പിന്നെ അലീന നമുക്ക് ഡാൻസ് കളിച്ചാലോ? എങ്ങോട്ടാ?
നിനക്ക് ഇതെങ്ങനെ ഗ്രൂപ്പ് ഇടണേ? ഗ്രൂപ്പ് F4 എടുത്തിട്ട് താഴെ കണ്ട ഈ മോഡ്സിന്റെ അതൊക്കെ കൊടുത്തേക്കുന്നതിന്റെ സൈഡിൽ കണ്ട ഈ സെർച്ചിന്റെ സൈഡിൽ കണ്ട ഒരു ഇത് ആ 3 പേരുള്ള ആ കണ്ട് വന്നാ. എടാ ലെവി എടാ ഒരു പാട്ടിട്ട് തരാൻ പറയാം അവൻ്റെ അടുത്ത്. ഞാൻ തരാം. ആ ലെവി അലീന ഏത് പാട്ട് നല്ലൊരു പാട്ടോ ഡാൻസ് കളിക്കാൻ? ജൂപ്പിറ്റർ മഴ നനയാം. ഇല്ലേ ഇത്തരല്ല പടക്കം അലീന നീ കളിക്കില്ലല്ലോ എന്താ? എനിക്ക് റിക്വസ്റ്റ് വന്നില്ല. അതെടുത്തിട്ട് അതിലെന്റെ പേര് കാണിക്കും. അതില് പ്ലസ് ബസ് കൊടുത്തല്ലോ. ആഡ് ചെയ്യാൻ ഇല്ല വന്നില്ല. എനിക്ക് വേറെ ആരും ഇട്ട്. അത് അവന് ഞാൻ ലീവ് ആവണമെന്നാണ് ഓൾറെഡി ഉള്ളതിൽ. ആ ഞാൻ ലീവായി. ഓക്കെ അല്ല നിങ്ങൾ മാറിയില്ല ഒരു സെക്കൻഡ്. ഞാൻ ഇപ്പൊ വരാം. ഞാൻ അലീനെ ഒരു ഞങ്ങളുടെ ഡാൻസ് ഉണ്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. വന്നായിരുന്നു. ആ നീ ഇമോട്ട് ഇട്ടോ, ഇനി ഡാൻസ് ഇട്ടോ. ആ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. നിർത്തറി. ആ ഓക്കെ ഓക്കെ ഓക്കെ. സാറേ പാട്ടിടാ. എവിടെ ലെവി ഏത് പാട്ട് ഇടണേ? എടാ ഒരു നല്ലൊരു പാട്ട് പറ. എടാ ഊറും ബ്ലഡ് അത് കണ്ട. എടാ മറ്റേ തക്കര താളം അതല്ലേ തകർത്താളം നല്ല തകർത്താളം. അത് വേണ്ട. എടാ മറ്റേ ഇടിച്ച് മുഴക്കി ഇടാൻ പറ്റുന്ന പാട്ട് ഇതിലുണ്ടാ? പണ്ടത്തെ ഡയലാമോ പോലത്തെ വേൽമുരുക അത് വേണോ? അല്ലെങ്കിൽ മുടിക്കപ്പെടണേ. എടാ ഇപ്പഴാണോ? എടാ സ്റ്റാർ ബോയ് മിക്സ്. എടാ മറ്റേ പാട്ടറാ സ്റ്റാർ ബോയ്. സ്റ്റാർ ബോയ് എക്സോ പ്രായം തമ്മിൽ പുതിയ സാധനം. ആ കോപ്പറേറ്റ് മേടിച്ച് കുറെ കൂട്ടുമല്ലോ. ഈ പാട്ട് നമുക്ക് കേൾക്കാതിരിക്കുന്ന പറ്റുന്ന എങ്ങനെയാണെന്നറിയോ? കല്യാണി ഏത് പാട്ടാ? കല്യാണി ഏത് പാട്ടാ? കല്യാണി എന്റെ ചിരിയാകള് കണ്ടപ്പം അതാണ് കല്യാണി. ചിരിയവള് കണ്ട അതെന്തിന്? എന്റെ ചിരിയവള് കണ്ടപ്പാ അയ്യോ മഞ്ഞു വീണ മാതിരി അങ്ങനെ അതെന്തൊരു പാട്ട്? അടിച്ച് ചാവല്ലേ? പഴയ പാട്ടും കേട്ടിരിക്കാൻ പുതിയ പാട്ടും കേട്ടു. അടുത്ത പാട്ട് എന്തെങ്കിലും ഡാഡി മതിയോ? ചന്ദ്ര എല്ലാം മേളോട്ടോക്കി ഒന്ന്. ചന്ദ്രനാണ് സ്പെഷ്യൽ വെടി. അതെവിടുന്ന് പോയത്? സ്പെഷ്യൽ വെടി ഒന്നും കൂടെ പ്ലീസ്. അടുത്ത വെടി ഒരു വെടി കൂടെ. ഞാൻ വിടാത്ത എനിക്ക് ഇങ്ങോട്ട് എന്റെ അടുത്തോട്ട്. താണ്ടി പോട്. ചന്ദ്രന്റെ ഒന്ന് കൊടുക്കോ? അത് അല്ല ആരല്ലേ ചന്ദ്രന്റെ അണ്ണാക്കിലോട്ടൊരെണ്ണം വിട്ടു കൊടുത്താൽ വണ്ടിയോടെ വണ്ടി കൊണ്ടുപോയി. ചന്ദ്രൻ 2-3 പയ്യന്മാർ ഇടയ്ക്ക് വന്നായിരുന്നല്ലോ. ബാലിനൊക്കെ പോയാ? അത് വണ്ടിയും കൊണ്ടാ പോയത്. ഈ റോക്കറ്റ് ഒക്കെ വാങ്ങി ആ വണ്ടി ചന്ദ്രൻ ആ സൂര്യ അത് ഗരാജിൽ ഞെട്ടി തരാൻ പറയട്ടെ. ആ അത് ഗരാജിൽ ഇട്ട് തരാൻ പറയാം കേട്ടോ. ഗരാജിൽ മനസ്സിലാവില്ല നീ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. ഞാൻ ഇല്ലടാ സൂര്യ. കസ്റ്റം കാറാ പുറത്തൊക്കെ ഇമ്പോർട്ടർ ഉനക്ക് വേണ്ടി പുറത്ത് നിറക്കിയത് കസ്റ്റം കാർ.
പേര് പോടല കുറച്ച് പേപ്പർ വർക്ക് കാറിന് കുറച്ച് പ്രശ്നം ഇരിക്കടാ കുറച്ച് പ്രശ്നം ഞാൻ എന്താ ഇങ്ങനെ ரெடி பண்ணி உள்ள റെഡി പണി നമുക്ക് ഉള്ള ആക്കാം. ചന്ദ്ര ഞാൻ എന്താ ഇങ്ങനെ ஒண்ணும் பிரச்சனை இல்லப்பா എന്താ നീക? ഇങ്ങനെയൊക്കെ നിക്കുന്നുള്ളൂ ഞാൻ അല്ലേ അത് വേറെന്താ പ്രശ്നമുള്ളൂ നിനക്ക് അതുകൊണ്ടാ വേറെന്താ പ്രശ്നമുണ്ട് കാര്യമായിട്ട് அப்பா எனிவே थैंक यू so much பா அப்புறம் அம்மா ரொம்ப थैंक यू எல்லாரும் வந்து எல்லாருக்கும் ഓ താങ്ക്സ് ரொம்ப വേണ്ട കേട്ടാ താങ്ക്സ് എന്തോ இல்ல அப்பா போன வருஷம் நீங்க ரெண்டு பேருமே ஒருத்தர் இருந்தீங்க அம்மா அப்பா நீ இருந்தீங்க அம்மா இல்ல அதே மாதிரி இந்த வருஷமும் நீங்க இல்ல அம்மா இருந்தாங்க நான் நேத்துக்கு ரொம்ப ஃபீல் பண்ணேன் என்னடா எல்லா வருஷமும் இதே நடக்குதுன்னு ஆனா இன்னைக்கு ரெண்டு பேருமே வந்து சர்ப்ரைஸ் பண்ணிட்டீங்க ரொம்ப தேங்க் யூ பா தேங்க் யூ அம்மா അത്രേ ഉള്ളൂ സൂര്യ എന്തെടാ അതൊക്കെ എന്ത് ചിന്ന സൂര്യ വിഷയം. നീ ഹാപ്പി താനേ ரொம்ப ஹாப்பி பா ആ നമുക്കത് അറിഞ്ഞാ പോതും ഓക്കെ പോവാ നമുക്ക് പോയാലേ அப்போ എടാ താങ്ക്സ് എടാ கொஞ்சம் താങ്ക്സ് പരിപാടി എടാ ഞാൻ ഹെലികോപ്റ്റർ എടുക്കണേ സാർക്ക് നില്ലടാ ഇളൈ കണ്ണിന് F4 carry കേരടിച്ചോ அமுச்சுடு സൂര്യ വാ നീക വാ നീക ഇതെന്തോ അവസാനത്തിന് ഇതാ ഇനിതാ എൻജോയ്മെന്റ് തുടക്കം ആമാ കണ്ടിപ്പ വെയിറ്റ് പണ്ണുങ്ക സ്നേഹം കൂടുമ്പോഴത്തേനുവേ സൂര്യ വാ ഇങ്ങ വാലേ വാടാ സൂര്യ വാടാ രാത്രി ഒമേഗിൽ കയറി ചിക്സ് ഉണ്ടാവൂടാ രാത്രി ഇത്ര ആയില്ലേ ഇത്ര ആയ സ്ഥിതിക്ക് കാണാൻ കുറവാണ് அப்பா அந்த ரமணனை இங்கே கூட்டிட்டு போலாம்பா ரமணன் இந்த ரமணன் வந்துட்டாரு பாரு ரமணன் அந்த கீழே கேரி பண்ணிட்டு போறாரு பாரு அம்மாவை അളിയ ചന്ദ്ര വാ കേറ് സീക്രട്ട് പ്രശ്നമുണ്ടോ എന്തോ പ്രശ്നമുണ്ട് അത് മാറ്റാ നീ കേറ് സീക്രട്ട് അടിച്ച് തൂക്ക് വാ കമോ அப்பா முதல்ல ஏதோ பண்றான் பாக்கிதா ഫ്ലാഗ് മാഫിയയിലെ പിള്ളേർ ഡബ്ല്യു ആണ് ஐயோ അതൊന്നും അതൊന്നുമേ പറവല്ല സൂര്യ നീ പേടിക്കല്ലേ അപ്പ ഇത് 25 വർഷമായിട്ട് ഓടിക്കുന്നു നീ പേടിക്കല്ലേ ഇത്രേ ഉള്ളൂ നീ ஒண்ணு பேடில அப்பா അപ്പ അപ്പന്റെ മടിയിരുന്ന് പഠിച്ചതാണ് ഹെലികോപ്റ്റർ ഓടിക്കാൻ അപ്പൻ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെയാണ് അപ്പ ഇല്ലാണ്ടായത് എന്താ നീക ഇല്ല പറഞ്ഞ പിള്ളേർക്ക് സ്റ്റോറി ഒന്നും അറിയില്ലോ അളിയാ പാസ്റ്റ് അറിയില്ല ഇതൊക്കെ അറിയാം നമ്മളിങ്ങനെ പറഞ്ഞെടുത്തിട്ട് അറിയത്തുള്ളൂ അളി എങ്ങനെ തന്ത ഇല്ലാണ്ടായി തന്ത ഉണ്ടായ അളിയിൽ എങ്ങനെ ഇല്ലാണ്ടായി അതൊക്കെ വലിയ സ്റ്റോറിയാണ് അതൊക്കെ പിന്നെ പറഞ്ഞുതരാം സൂര്യ സമാധാനം പറഞ്ഞു அப்பா இப்படி நீங்க சின்ன வயசுல இருந்து ஒரே தட்டுல தின்னீங்களா ആ അതൊക്കെ ഒരു കാല സൂര്യ പറയാം എല്ലാം വഴിയെ പറയാം നീ കുറച്ചുകൂടി വലുതാട്ടെ அப்பா வந்து உங்க கூட നിന്നെ വെച്ച് കുറച്ച് ആൾക്കാർ റിവഞ്ച് ഒക്കെ എടുക്കാനുണ്ട് നമുക്ക് നീ വേഗം ഡോക്ടറാകും വേണം നമുക്ക് നമ്മുടെ ബിസിനസ് ഒക്കെ ഒന്ന് വ്യാപിപ്പിക്കാൻ டாக்டர் சூர்யான்னு இப்ப வெளியேங்க ഡോക്ടർ സൂര്യ മതിടാ മതി അത് മതി എടേ ഡോക്ടർ സൂര്യ BA MA LLB ഇപ്പൊ മാർക്കറ്റില് ഹാർട്ടിനൊക്കെ എന്ത് റേറ്റ് ഉണ്ടാ മാർക്കറ്റ് ഹാർട്ടിന് ഒരു 50 ലക്ഷം സൂര്യ അതേ ഉള്ളൂ നീ പോലീസ് ആവേണ്ട ഡോക്ടർ ആയാ പോതും വില കൂടുതൽ ന്യൂറോ സർജൻ ന്യൂറോ സർജൻ കരളില 2 കോടി വരും വെറും ഡോക്ടർ അല്ല സൂര്യ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് മനസ്സിലായില്ലേ സർജൻ സർജൻ டாக்டர் தான் நீ உன்ன மாதிரி நைட் டாக்டர் ஆக மாட்டே கவலைப்படாத പക്ഷേ സൂര്യ നീ இந்த മൊണ്ണ സ്കൂളിൽ പഠിച്ച നീ ഒരു ഡോക്ടർ ആവൂല കേട്ടോ ഇല്ല ആവത്തില്ല அப்பா அப்படி சொல்லாத സ്കൂൾ മാറ്റം ചന്ദ്രു നമുക്കൊരു സ്കൂൾ അങ്ങ് ഇടാ ചന്ദ്രു ഇംഗ്ലീഷ് മീഡിയം
അല്ല വേണമെങ്കിൽ സാറുമാരെ ഞാൻ ഇറക്കാം. എന്തിനാ നമ്മള് പറയണ അവർക്ക് മനസ്സിലാവില്ല, അവര് പറഞ്ഞ നമുക്ക് മനസ്സിലാവില്ല. ലാസ്റ്റ് അടിയാവും മനസ്സിലായി. സാറുമാരെ ചന്ദനത്തിന് അടിച്ചു കൊല്ലും, പിന്നെ കേസാവും, ഇതാവും, നഷ്ടപരിഹാരവും. ശരിയാ. ചെലവാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങും.